കുറച്ച് പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ട് വന്നതാണ്. പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ബേബി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അമ്മമാരാവാൻ പോകുന്നവർക്കും കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കുമാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആവുക. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ നമുക്ക് 9 മാസം കഴിഞ്ഞു. അപ്പോൾ ഒരു 2 മാസം മുതൽ ഉള്ള സമയത്ത് മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമന്റിലൂടെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒരു ബേബി ബാട്ടബാണ്. മോൾക്ക് 2.5 മാസം മുതൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 9 മാസമായി. ഇപ്പോഴും കൺവീനിയന്റ് ആണ് യൂസ് ചെയ്യാൻ. പിന്നെ സോപ്പ് ഷാമ്പൂ ഒക്കെ വെക്കാൻ 2 ട്രേ ഉണ്ട് ചെറുത്. പിന്നെ ഈ ഒരു സ്ലോപ്പിലാണ് കുട്ടീനെ കിടത്തേണ്ടത്. അതിൽ 2 ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ഒരു സിലിക്കോൺ ഷീറ്റ് ഉണ്ട്. അതിന്റെ കളർ കുറച്ച് ഫെയ്ഡ് ആവും പയ്യെ പയ്യെ. പിന്നെ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ അതിന്റെ മേലെ തന്നെ ഒരു സീവ് പോലെ ഉണ്ട്. ടബ് നല്ല വലുതാണ്, നല്ല ഡെപ്തും ഉണ്ട്. പിന്നെ അവിടെ ആ സ്ലോപ്പ് കൊളുത്തി വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചരിച്ച് കിടത്തിയിട്ട് തന്നെ കുളിപ്പിക്കാം. പിന്നെ സോപ്പ് വെക്കാനുള്ള ഹോള് അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ബാത്റൂമിലൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊളുത്തിടാം. ഒരു കൊളുത്തിൻ്റെ ബാത്റൂമിലോ ബാൽക്കണിയിലോ ഒക്കെ കൊളുത്തിടാം. പിന്നെ ബാത്റൂമിൽ നിന്നാണ് കുളിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ ഒരു ഫ്ലാപ്പ് ഉണ്ട്. അത് ഊരിയാൽ വെള്ളം ഡ്രെയിൻ ഔട്ട് ആവും. ഇത് ഞാൻ ഏക് തന്നെ കുളിപ്പിക്കുന്നതാണ്. കൺവീനിയന്റ് ആണ്, കുട്ടികൾക്ക് കാര്യമൊന്നുമില്ല. പിന്നെ ഉള്ളതാണ് സ്ട്രോളറാണ്. സ്ട്രോളറിന് 2-3 പൊസിഷൻ ഉണ്ട്. കുറേ ആംഗിളിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കിടക്കുന്നതും ഇരിക്കുന്നതും കുറച്ചും കൂടെ നല്ലോണം ഇരിക്കുന്നതും ഒക്കെ ആയിട്ട് കുട്ടിക്ക് പിടിക്കാനും കാല് ഒന്നും പുറത്ത് പോകാണ്ടിരിക്കാനുള്ള ഇതുണ്ട്. പിന്നെ ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ബാക്കിലാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. പിന്നെ എന്താ നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ. പിന്നെ വേറെയും സ്പേസ് ഉണ്ട് നമുക്ക് ഫോൺ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇരിക്കുന്ന പൊസിഷനിലാണ്. 3 ബെൽറ്റ് ഉണ്ട് നമുക്ക് കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാൻ. പിന്നെ വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അതൊരു നെറ്റ് പോലെ ഉണ്ട്. നമുക്ക് നോക്കുകയും ചെയ്യാം. കുട്ടി ഉറങ്ങുവാണെങ്കിൽ നമുക്ക് അതിൽ കൂടെ നോക്കിയാൽ മതി. പിന്നെ 2 മൂവ്മെന്റ് നമുക്ക് ഹാൻഡിൽ മുന്നോട്ടാക്കിയിട്ടും കുട്ടികളെ ഉന്തി കൊണ്ടുപോവാം. അത് ബാക്കോട്ടാക്കിയിട്ടും കുട്ടികളെ ഉന്തി കൊണ്ടുപോവാം. നല്ലതാണ്. നമുക്ക് മാർക്കറ്റിൽ പോകുമ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകാം. ഓഫ് റോഡ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്ട്രെയിറ്റ് റോഡ് ടാറിട്ട റോഡ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് മടക്കി വെച്ചാൽ ആകെ ഇത്തിരിയേ ഉള്ളൂ. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അധികം സ്ഥലമൊന്നും കൺസ്യൂം ചെയ്യാണ്ട് തന്നെ മടക്കി വെക്കാനും പറ്റും. പിന്നെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ അത് ഫ്രണ്ടിലേക്കും ആക്കാൻ പറ്റും ക്യാപ്പ്. ഒരു ഗുഡ് ടു ഗോ പ്രൊഡക്റ്റ് ആണ്. ഉണ്ടെങ്കിൽ നമുക്ക് ഊരവേദന, കൈവേദന അങ്ങനത്തെയൊക്കെ വളരെ ആശ്വാസമാണ്. പിന്നെയാണ് ബേബി ഹെൽമെറ്റ്. ഹെൽമെറ്റ് ഞാൻ വാങ്ങിയത് ഇപ്പോൾ ഒരു മാസം 2 മാസം ആയിട്ടുള്ളൂ. കാരണം പിടിച്ചു നിൽക്കാൻ ഇരിക്കാനും ഒക്കെ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ബാക്ക് അടിച്ചിട്ട് ഇങ്ങനെ വീണിട്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി. അവള് വീണിട്ട് ഞങ്ങൾക്ക് സീറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം വന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. കുട്ടികൾ അങ്ങനെ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഇവക്ക് ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊരു നിർബന്ധം ഉള്ളതല്ല. നമുക്ക് എനിക്കിവിടെ മോളെ ശ്രദ്ധിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് രാവിലെ പോയാൽ പിന്നെ രാത്രിയേ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഒരു നേരമൊക്കെ നമുക്കൊന്ന് അടുക്കളയിലേക്ക് ഒന്ന് മാറണമെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ ഇരിക്കും. പക്ഷെ ഇട്ട് ഒന്ന് ട്രെയിൻഡ് ആവാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അധിക നേരം ഇട്ട് കൊടുക്കരുത്. ഭയങ്കര ചൂട് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ കണ്ണെത്താൻ പറ്റാത്ത സമയത്ത് ഒന്ന് ഇട്ട് കൊടുത്ത് ഇരുത്തിയാൽ നല്ലതായിരിക്കും. അതിന് കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ തലേന്റെ വലുപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വലുതാകുമ്പോൾ നമുക്ക് സൈക്കിളിലൊക്കെ പോകുമ്പോൾ ഒരു ഹെൽമെറ്റ് ആയിട്ട് സേഫ്റ്റി ഹെൽമെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. എന്നാലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. കാരണം ഇത് അത്രമാത്രം ഒരു എന്താ പറയാ യൂസ്ഫുൾ ആണ്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ നിർബന്ധമായിട്ടും നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് കുട്ടീനെ ശ്രദ്ധിക്കാൻ വേറെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നും ശരിക്കും ഇല്ല. ഇതായി ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതെല്ലാവരും എന്തായാലും മേടിക്കണം. ഒരു സീറ്റർ ഉള്ള ഒരു ക്യാരി ബാഗ് ആണ്. ഹിപ്പ് സീറ്റർ ഉള്ള ഒരു ക്യാരി ബാഗ് ആണ്. അതിൽ തന്നെ 2 പൗച്ച് ഉണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ, ടവല്, ഡയപ്പർ, ഫോണ്, പൈസ, നമുക്ക് നമ്മളെ 2 കൈയും ഫ്രീ ആണ്. ഇതൊക്കെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ബാഗോ അങ്ങനെയൊക്കെ ക്യാരി ചെയ്ത് പോകാം. കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം വെക്കുകയാണെങ്കിൽ നല്ലതാണ്.